ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞണ്ട് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കൂടിയാണ് ഞണ്ട്. അങ്ങനെ ഞണ്ടിനെ വൃത്തിയാക്കുകയാണ്. ഞാനല്ല വൃത്തിയാക്കണത്, എൻ്റെ അമ്മയാണ്. അങ്ങനെ അതിനെ നല്ലപോലെ കഴുകിയെടുത്ത് വൃത്തിയാക്കി. ഞണ്ട് ഇഷ്ടമുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞണ്ടിനെ നല്ലപോലെ വൃത്തിയാക്കുകയാണ്, കഴുകി. പിന്നെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴുകി വൃത്തിയാക്കി നമ്മൾ മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് കഴുകി എല്ലാം വൃത്തിയാക്കി 2-3 വെള്ളത്തിൽ കഴുകി മാറ്റി വെച്ച്. ഇനി നമ്മളിതിനെ വേവാൻ വയ്ക്കും. നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കും. നല്ല വേവുള്ളതല്ലേ ഞണ്ട്, അതുകൊണ്ട് കുറച്ച് നല്ലപോലെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അത് വെന്ത് പരുവായി വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കറി വെക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞ് വെക്കേണ്ടത്. അതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളി അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വരണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മളിത് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കും കേട്ടോ. ഇത് വെന്തിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കും. എന്നിട്ട് നമ്മളിത് ഒരടപ്പിട്ട് അടച്ച് കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും. അതുകൊണ്ട് ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് വെന്തതിന് ശേഷമാണ് അതുകൊണ്ട് നല്ല പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിന് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഞണ്ടിൻ്റെ ഉള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ നമ്മൾ വേവിച്ചത്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ ഞണ്ടിനെയും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഇനി തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. അതുകൊണ്ട് നല്ല തിളച്ച് വരുന്നുണ്ട്, തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണേ. അപ്പം ഇതേപോലെ കറി വെച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ഞണ്ട് ഇഷ്ടമുള്ള എല്ലാവരും കമൻറ്റ് ചെയ്തേക്കേ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ ചെയ്യാത്ത എല്ലാവരും നോക്കണേ ചെയ്ത്.